മിനിറ്റിൽ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ 18-ാം പടിക്ക് താഴെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 18-ാം പടിയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ, പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തിക്കൊണ്ട് 18-ാം പടി കയറുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്ന് അദ്ദേഹം മറുപടി തരുന്നുണ്ട്. നിലയ്ക്കലിൽ കൂടുതൽ കൗണ്ടറുകൾ സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അത് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളാണ്. നിലയ്ക്കൽ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ കുറവാണ്. ഭക്തരെ പമ്പയിൽ തടയുന്നതിന് പകരം നിലയ്ക്കലിൽ തടയുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി നിലയ്ക്കലിൽ കൂടുതൽ കൗണ്ടറുകൾ സജ്ജീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയതായി സ്ഥാപിക്കുക 7 കൗണ്ടറുകളായിരിക്കും. സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കാനാകുമോ എന്ന് പരിശോധിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിക്കുന്നുണ്ട്. അതായത് 20,000 ഭക്തജനങ്ങൾക്കാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കുറവ് വരുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് അറിയിക്കുന്നുണ്ട്. കേന്ദ്രസേനയുടെ സഹായം തേടുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കേന്ദ്രസേന ഈ തിരക്ക് നിയന്ത്രണവും ക്രൗഡ് മാനേജ്മെന്റുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേന്ദ്രസേനയിൽ ഉണ്ടാവുക. കേരള പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് സന്നിധാനത്ത്. അതുകൊണ്ട് കേന്ദ്രസേനയുടെ സഹായം തേടുന്നതിന് വേണ്ടിയുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്രസേനയുടെ സഹായം തേടിക്കൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളായി അദ്ദേഹം മറുപടി നൽകുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കാൻ ADGPക്ക് ഇതിനോടകം തന്നെ കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഗോകുലിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഗോകുൽ, ശബരിമലയിൽ നിയന്ത്രണങ്ങൾ അപ്പാടെ പാളുന്ന ഒരു കാഴ്ച. ഭക്തജന നിയന്ത്രണം ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സംജാതമാകുന്നു. നിലയ്ക്കലിൽ എന്താണ് അവസ്ഥ? അവിടെ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത്. ഗോകുൽ, നിലയ്ക്കലും ഒരു ഭീകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ വലിയ തിരക്ക് നിലയ്ക്കലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകർക്ക് ഈ പറയുന്നത് പോലെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നിറവേറ്റാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് ഭക്ഷണം, കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഒപ്പം ഇവിടെ വലിയ തിരക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അടക്കം പല തീർത്ഥാടകരും നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടനം പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകാതെ ദർശനം നടത്താതെ നിലയ്ക്കലിൽ നിന്ന് തന്നെ മടങ്ങി തിരികെ നാടുകളിലേക്ക് പോകുന്ന കാഴ്ചകൾ വരെ കാണുവാനായിട്ട് സാധിച്ചു. അത്രത്തോളം മനംനൊന്താണ് അവർ ഇവിടെ നിന്ന് പോയത്. നിലയ്ക്കലെ ക്ഷേത്രത്തിൽ അഭിഷേകം അടക്കമുള്ള വഴിപാട് ചടങ്ങുകൾ നടത്തിയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോയതായിട്ടും ഉള്ള നിരവധി തീർത്ഥാടകരുണ്ട്. ആ രീതിയിൽ തന്നെ തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും വലിയ മനപ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം അയ്യപ്പനെ ഒരു നോക്ക് കാണുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇവരെല്ലാവരും കിലോമീറ്ററുകളും ദിവസങ്ങളും ഒക്കെ താണ്ടി ശബരിമലയിലേക്ക് എത്തുന്നത്. അതുപോലും പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഈ സർക്കാരിന്റെയും ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ മൂലം അതുപോലും അവർക്ക് സാധിക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ സാധിക്കാതെ അവർ മനം നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നിലയ്ക്കലിൽ നിന്നടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ ഈ സമയത്ത് വലിയ ബ്ലോക്ക് ഗതാഗത കുരുക്ക് കൂടി ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇലവുങ്കൽ മുതൽ ഈ നിലയ്ക്കൽ വരെയും തീർത്ഥാടകരുടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം അനങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. വലിയ ഗതാഗത കുരുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഭാഗത്ത് ഉണ്ട്. നിലയ്ക്കലിൽ പാർക്കിംഗ് ഏറെക്കുറെ പൂർത്തിയായി ഫുള്ളായി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പമ്പയിലേക്ക് കൂടുതൽ വാഹനങ്ങൾ കടത്തിവിടുവാനായിട്ട് സാധിക്കുന്നില്ല. നിലയ്ക്കലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയാണ് അധികൃതർ സ്വീകരിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം ഈ ബസ്സുകളിലും അടക്കം ഇത്തരത്തിൽ കൂടുതൽ ബസ് സർവീസുകൾ ഉണ്ടെങ്കിൽ പോലും ബസ്സുകളിലേക്കൊക്കെ തീർത്ഥാടകരെ കുത്തി നിറത്തി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ശബരിമലയിലെ നിലയ്ക്കലും പമ്പയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. അത്രത്തോളം തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിനൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് തന്നെയാണ്. ഒപ്പം പോലീസ് സേനയ്ക്കും ഈ ക്രൗഡ് മാനേജ്മെന്റിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നട തുറന്ന് ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ് നട തുറന്നത്. ഗോകുലിലേക്ക് വരാം ഇപ്പോൾ.